നാശനഷ്ടങ്ങൾ ഉണ്ടായത്. ഓക്കെ, ഫ്ലഡ് വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്കറിയാം. ഇന്ത്യയിൽ അല്ലെ കേരളത്തിലൊരു ഫ്ലഡ് വന്നു. അതൊക്കെ റിക്കവറി ചെയ്യാനായിട്ട് പെട്ടെന്ന് പറ്റിയെന്നുള്ളതാണ് അല്ലേ. അതൊരു കൊടുങ്കാറ്റ് വന്നാലും നമുക്കറിയാം, നമുക്ക് മുമ്പിൽ എത്ര എണ്ണമുണ്ട്. ചുഴലിക്കാറ്റ് വന്നു, യോഗി വന്നു അല്ലേ, ഇങ്ങനെ പല കാര്യങ്ങൾ വന്നു. ഇതൊക്കെ വന്നിട്ട് നമ്മളതെല്ലാം തിരിച്ചു പിടിച്ചു. പക്ഷേ യുദ്ധം എന്ന് പറയുന്നൊരു കാര്യം നേരിട്ടത് പല രാജ്യങ്ങളുടെയും നിലവാരങ്ങൾ പോലും ഇടിഞ്ഞു പോയി. സാമ്പത്തികമായി തകർന്നു പോയി, മാനുഷികമായി തകർന്നു പോയി. അപ്പോൾ ഒരു യുദ്ധങ്ങളുടെ ഒരു ഭൂമിയാണ് ഈ ഭൂമി അല്ലേ. എവിടെ നിന്നാണ് യുദ്ധമുണ്ടായത്? ഞാൻ ഇന്നിങ്ങനെ ചിന്തിക്കാനിടയായി. യുദ്ധം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ് മനുഷ്യന് യുദ്ധം ചെയ്യുന്നത്? അവർക്ക് അവരുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം അവർക്ക് വേണമെന്ന് തോന്നുന്നുവോ അവിടെ യുദ്ധം ചെയ്യാറുണ്ട്. 2, അവരുടേത് കടന്നു കയറി ശത്രു കൊണ്ടുപോകും എന്ന് തോന്നുമ്പോൾ അവരെന്ത് ചെയ്യാറുണ്ട്? യുദ്ധം ചെയ്യാറുണ്ട്. അപ്പോൾ യുദ്ധത്തിന് പല കാരണങ്ങളാണ്. 2ാം ലോക മഹായുദ്ധമൊക്കെ ഉണ്ടായതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു വന്നാൽ അല്ലേ, ഒരു രാജാവും രാജ്ഞിയും കൂടി ഒന്ന് ആഘോഷിക്കാൻ, വിവാഹത്തിന് ശേഷം ഒന്ന് ആഘോഷിക്കാൻ പോയ ഒരു ചരിത്രമാണ് അല്ലേ. അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതിൻ്റെ പിന്നിലുണ്ടായ പ്രശ്നങ്ങളും രാജ്യങ്ങളുമായിട്ടുണ്ടായ യുഗമൊക്കെയാണ് അത് പിന്നീട് യുദ്ധമായി പുറപ്പെട്ടത്. പക്ഷേ യുദ്ധമെന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമുക്കറിയാം അതിൽ 2 ഭാഗങ്ങളുണ്ട്. എന്നാൽ ഒരു ദൈവ പൈതൽ നമുക്ക് നമ്മുടെ തന്നെ ഇന്ത്യയിൽ തന്നെ എടുത്ത് നോക്കുമ്പോൾ എത്ര യുദ്ധങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നാം സുരക്ഷിതമായി കിടന്നുറങ്ങുമ്പോഴും നാം തിന്നുകയും കുടിക്കുകയും ചെയ്യുമ്പോഴുമെല്ലാം നമ്മുടെ രാജ്യത്തെ ജീവൻ പണയം വെച്ചുകൊണ്ട് സംരക്ഷിക്കുന്ന ഒരു കൂട്ടം പട്ടാളക്കാരില്ലേ അല്ലേ. ഈ 2 ദിവസം മുമ്പ് പോലും യുദ്ധത്തിൽ നമ്മുടെ ജവാന്മാർ മരിച്ചില്ലേ, പട്ടാളക്കാർ മരിച്ചു. അവർക്ക് എപ്പോഴാണൊന്ന് വീട് കാണാൻ പറ്റുന്നത്? അവർക്ക് എപ്പോഴാണ് അവരുടെ മാതാപിതാക്കളെ കാണാൻ പറ്റുന്നത്? അവർക്ക് നാം അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങളൊന്നും തന്നെയില്ല. അവർ കരാറ് ചെയ്തിരിക്കുന്ന ആ യുദ്ധത്തിന് കൊടുത്തിരിക്കുന്ന കരാർ അനുസരിച്ച് 20 വർഷമോ 25 വർഷമോ അത്രയും സമയം അവർ യുദ്ധക്കളത്തിൽ തന്നെയാണ് അല്ലേ, യുദ്ധക്കളത്തിൽ തന്നെയാണ്. അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നാണെന്നറിയാമോ? ഞങ്ങൾ പ്രതിദാനം ചെയ്യുന്ന ഞങ്ങളുടെ രാജ്യം ഞങ്ങളുടെ കയ്യിലാണ്. ഞങ്ങളെ വിശ്വസിച്ചുകൊണ്ടാണ് ഇത്രയും കോടിക്കണക്കിന് ജനം ഇന്ത്യയിൽ സ്വസ്ഥമായി കിടന്നുറങ്ങുന്നത്. അവർക്ക് ഈ ബോധ്യമുണ്ട്. അവർ കാശ്മീർ ഇത്രയും തണുപ്പത്ത് കിടക്കുമ്പോഴും അവിടെ സുഖ സൗകര്യങ്ങളെല്ലാം അവർ വെടിയുമ്പോഴും അവരുടെ ലക്ഷ്യം എന്നാന്ന്, അവരുടെ കാഴ്ചപ്പാട് എന്നാണെന്നറിയാമോ? ഞങ്ങളെ വിശ്വസിക്കുന്ന ഇത്രയും കോടിക്കണക്കിന് ജനം ഞങ്ങളുടെ പുറകിലുണ്ട്. ഞങ്ങൾ ക്ഷീണിച്ചാൽ, ഞങ്ങൾ ആ യുദ്ധം താഴെ വെച്ചാൽ ഞങ്ങളുടെ രാജ്യം ഭീഷണിയിലാണ് അല്ലേ. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഓക്കെ, നമ്മൾ സമാധാനമാണ്, സമാധാനപരമായി ഈ രാജ്യം പോകുന്നതിൻ്റെ പിന്നിൽ അതല്ലേ. അങ്ങനെയാണെങ്കിലേ എന്നും നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യം, ഈ ആത്മീയ ലോകത്ത് നമ്മൾ നിൽക്കുമ്പോൾ, ശരിക്കും ദൈവവചനം പഠിച്ചു വരുമ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒരു പോർക്കളത്തിലാണ്. ഒരു പോർക്കളത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആമേൻ. കർത്താവ് നമ്മളെ പഠിപ്പിച്ച ആ 1-2 കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചിട്ട് ഞാൻ ആ മെസ്സേജിലേക്ക് വരാം. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്, അതിരുളാകരുത്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ഒരു ദിവസം സൂര്യൻ ഉദിക്കാതിരുന്നാൽ, ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ദിവസം സൂര്യൻ ഉദിക്കുന്നില്ല. നമ്മൾ അലാറിനൊക്കെ വെച്ചു, 6 മണിക്ക് നമ്മൾ എഴുന്നേക്കാൻ അലാറിനൊക്കെ വെച്ചു, അലാറിനടിച്ചു, എഴുന്നേറ്റു, അടുക്കളയിൽ ചെന്ന് കിച്ചൻ്റെ വാതിൽ തുറന്നു, വെളിച്ചമില്ല. 7 മണിയായി, വെളിച്ചമില്ല. സ്കൂൾ കുട്ടികൾ പോകേണ്ട സമയമായി, വെളിച്ചമില്ല. രാത്രി 10 മണി, രാവിലെ 10 മണിയായി, വെളിച്ചമില്ല. ഇത് നിങ്ങളുടെ ക്ലോക്കിന് വല്ലതും പറ്റിയതാണോ? നിങ്ങളുടെ മൊബൈലിൽ ടൈം നോക്കുമ്പോൾ അടിയിരിക്കുന്ന എല്ലാ ക്ലോക്കൊന്നും ഇല്ലല്ലോ, ഒന്നും തെറ്റ് പറ്റിയിട്ടില്ല. ടൈം എല്ലാം കാട്ടാം, പക്ഷെ വെളിച്ചം വരുന്നില്ല.
യേശു ഈ അർത്ഥത്തിലാ പറഞ്ഞേ, നിങ്ങൾ ലോകത്തിന് വെളിച്ചമെന്ന് പറഞ്ഞാൽ അവൻ ഇരുട്ടിന്റെ ശക്തിയെ മറികടന്ന് ലോകത്തിലേക്ക് വെളിച്ചം പകരാനുള്ള വെളിച്ചമാണ് നിങ്ങൾ. അത് അവൻ ഉദിക്കാതെ പോയാൽ ഉണ്ടാകുന്ന എത്രമാത്രം പ്രയാസങ്ങൾ ഉണ്ടാകുമോ, ഇതുപോലെയാണ് ഒരു ദൈവ പൈതൽ ശോഭിക്കാതിരുന്നാൽ, ഒരു ദൈവ പൈതൽ കത്തേണ്ടതുപോലെ കത്താതിരുന്നാൽ, ഒരു ദൈവ പൈതൽ എഴുന്നേൽക്കേണ്ട പോലെ എഴുന്നേൽക്കാതിരുന്നാൽ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിങ്ങളുടെ പ്രകാശം വന്നിരിക്കുന്നു. നിങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്കണം. ദൈവമക്കളെ, നമ്മൾ നിൽക്കുന്നത് ഒരു പോർക്കളത്തിലാണ്, ഒരു യുദ്ധക്കളത്തിലാണ്. ആ യുദ്ധക്കളത്തിൽ ഞാനും നിങ്ങളും നിൽക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും എതിരെ നിൽക്കുന്ന ഒരു ഭയങ്കര ശക്തി ഉണ്ട് എന്നുള്ള തിരിച്ചറിവാണ് നമ്മളെ ബോധവാരാക്കുന്നത്, നമ്മളെ യുദ്ധം ചെയ്യാൻ പ്രാപ്തരാക്കുന്നത്. അല്ലേ? ഇസ്രയേലിൽ ഒരു കാര്യമുണ്ട്. 18 വയസ്സ് കഴിഞ്ഞാൽ നിർബന്ധമായും എല്ലാവരും എന്ത് ചെയ്യണം? ജോലിക്ക് പോകുക മാത്രമല്ല, അവരുടെ പട്ടാളത്തിൽ എന്ത് ചെയ്യണം? 18 വയസ്സ് കഴിഞ്ഞാൽ അവൻ മിലിറ്ററിയിൽ ചേർന്നിരിക്കണം. അതവൻ്റെ അവിടുത്തെ രാജ്യത്തിൻ്റെ നിയമമാണ്. 18 വയസ്സ് കഴിഞ്ഞോ നിങ്ങളുടെ മകൻ? പറ്റത്തില്ല. അവനെ അതിനുവേണ്ടി അവൻ സ്കൂളുകളിൽ പഠിച്ചാൽ, അവർ പഠിക്കുന്ന സ്കൂളുകൾ റിക്രൂട്ട്മെന്റ് ചെയ്ത് അവരെ അതിനുവേണ്ട ട്രെയിനിങ് കൊടുത്ത് അവരെ സന്നദ്ധരാക്കി നിർത്തും. എന്ന് വെച്ചാൽ 18 വയസ്സ് കഴിഞ്ഞ് 20 വയസ്സുകാരന് 22 വയസ്സ് എന്ന് പറയുന്ന ഇസ്രയേലിലെ യൗവനക്കാര് നല്ല യുദ്ധം തന്ത്രം പഠിച്ചവരാ. മനസ്സിലാവുന്നുണ്ടോ? അവരുടെ അടുത്ത് ചെന്നിട്ട് അവൻ സ്തോത്രം 38-ാമത്തെ വയസ്സിൽ യുദ്ധതന്ത്രം പഠിച്ചവൻ ചെന്ന് അവരുടെ യുദ്ധം ചെയ്യാൻ ചെന്നാൽ അവർ ചുരുട്ടിക്കൂട്ടി അവൻ ഗലീല കടലിലേക്ക് വലിച്ചെറിയുന്ന ശക്തി അവിടെ അകത്തുണ്ട്. കാരണം അവരെ അങ്ങനെയാണ് പരിശീലിപ്പിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അതുകൊണ്ട് ഇസ്രയേൽ മക്കളെ സംബന്ധിച്ച് അവർ യുദ്ധം എന്തല്ല, യുദ്ധം അവർക്ക് പേടിയല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറഞ്ഞില്ല, ഇവിടെ പറഞ്ഞു എന്ന് എനിക്കറിയത്തില്ല. ഇസ്രയേലിൽ എൻ്റെ ഒരു സ്നേഹിതൻ വീഡിയോ കോൾ ചെയ്യുമ്പോൾ 21 വയസ്സുള്ള ഒരു മകൻ, ചെറുമകൻ 85 വയസ്സുള്ള അപ്പൂപ്പനെ കാണാൻ ആ വീട്ടിൽ വന്നിരിക്കുന്നു. അപ്പൊ വീഡിയോ കോൾ ചെയ്യുന്നിടത്ത് എന്നോട് പറയാണ്, ഞങ്ങളുടെ വീട്ടിലെ അപ്പ എന്നാ വിളിക്കുന്നത്, അപ്പയെ കാണാനായിട്ട് കൊച്ചുമകൻ വന്നിട്ടുണ്ട്, ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പൂപ്പന്റെ അടുത്തിരിക്കുക, അവന്റെ തൊട്ടടുത്ത് അവനേലും വലിയൊരു മിഷൻ കണ്ടിരിക്കുന്നു. അവൻ ഞാൻ ചോദിച്ചു, അവന്റെ കയ്യിലിരിക്കുന്ന തോക്കല്ലേ? അത് തോക്ക, മിഷൻ കണ്ട. അവൻ 21 വയസ്സ് 22 വയസ്സേ ഉള്ളൂ. അവൻ പട്ടാളത്തിലാ. അവൻ നടക്കുമ്പോ പോലും അപ്പൂപ്പനെ കാണാൻ വന്നപ്പോ പോലും എന്ത് ചെയ്യുന്നുണ്ട്? ആയതുകൊണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ അപ്പൂപ്പനെ കാണാൻ വരും? ഇല്ലില്ല, അവർക്ക് താഴെ വെക്കാൻ പാടില്ല. അവർക്കത് താഴെ വെക്കാൻ പാടില്ല. കാരണം എന്നവൻ യുദ്ധത്തിൽ ചേരും എന്ന് സൈൻ ചെയ്തോ അന്നു മുതൽ അതിനകത്തവൻ റിട്ടയർമെന്റ് ആകുന്നത് വരെ അവന്റെ കയ്യിൽ നിന്നും ആ യുദ്ധം മാറാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാനും നിങ്ങളുമായി ദൈവമായി ഉടമ്പടി ചെയ്ത ആ നിമിഷം മുതൽ എനിക്കും നിങ്ങൾക്കുമെതിരെ ഒരു അയൽ ശക്തി ഉണ്ട്, ഒരു എതിർ ശക്തി ഉണ്ട്. ആ ശക്തി എനിക്കെതിരെ നിനക്കെതിരെ ഏത് സമയത്ത് പോരാടുമെന്ന്, ഏത് സമയത്ത് നിനക്കെതിരെ യുദ്ധം ചെയ്യുമെന്ന് അറിയാത്തത് കൊണ്ട് നിന്റെ മരണം വരെ ആ യുദ്ധം താഴെ വെക്കരുത്. ഇന്ന് പകലിൽ രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏത് ദൈവ പൈതലോട് ആത്മാവ് പറയുന്നു, നിന്റെ കയ്യിൽ ഇന്ന് രാത്രി ആ യുദ്ധം താഴെ വെക്കാതെ ആ യുദ്ധം എടുത്ത് ഇന്ന് പ്രയോഗിക്കട്ടെ. അന്ധകാര വ്യാപാര ശക്തികൾ നിനക്ക്, നിന്റെ കുടുംബത്തിനോ, നിനക്ക് നിന്റെ തലമുറക്കോ എതിരെ നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് രാത്രി കടപുഴകി നിലത്ത് വീഴുന്ന ഒരു രാത്രിയായി മാറട്ടെ. വെക്കരുത് താഴെ ആ യുദ്ധം, ആ യുദ്ധം താഴെ വെക്കരുത്. ആമേൻ, പ്രൈസ് ഗോഡ്. വലിയ ആത്മീക പോരാട്ടത്തിലാണ് ദൈവമക്കളെ ഞാനും നിങ്ങളും. ഒരു ആത്മീക പോരാട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന എനിക്കും നിങ്ങൾക്കും ആ യുദ്ധം താഴെ വെക്കാൻ തിരുവചനം പഠിപ്പിക്കുന്നില്ല.
സ്തോത്രം. ഇന്ന് രാത്രി അതിനുവേണ്ടി സന്നദ്ധരാകുന്ന ഒരു പറ്റം ദൈവമക്കൾ ഡെലിവറൻസ് ചർച്ചിനകത്തുനിന്ന് ഇന്ന് രാത്രി എഴുന്നേൽക്കാൻ പോകുകയാണ്. വെല്ലുവിളി അവർക്ക് പുത്തരിയല്ല. ശത്രുവിന്റെ അട്ടഹാസങ്ങൾ അവർക്ക് പുത്തരിയല്ല. ശത്രു കൊണ്ടുവരുന്ന ആയുധങ്ങൾ കണ്ട് അവർ ഭാരപ്പെടുകയില്ല. കാരണം അവർക്കറിയാം ഇതിലും വലിയ ആയുധ തന്ത്രങ്ങൾ ദൈവം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. ഈ രാത്രി വളരെ ശക്തമായി എന്നോട് ആത്മാവിന്ന് ഇടപെട്ടൊരു മെസ്സേജാണ് ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നത്. നിങ്ങൾക്കറിയാമോ, ആമേൻ, സ്തോത്രം, ആമേൻ, ഇസ്രായേൽ സൈന്യവും മിസ്രയീമ്യ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം എന്നൊരു വാക്യമുണ്ട് പുറപ്പാടിൽ 14. വായിക്കണമെന്നില്ല. ഇസ്രായേൽ സൈന്യവും മിസ്രയീമ്യ സൈന്യവും തമ്മിൽ എന്ത് ചെയ്യാതെ, അടുക്കാതെ. മോനെ, ഇസ്രായേൽ സൈന്യം മിസ്രയീമ്യ സൈന്യം, പണ്ടൊരിക്കൽ ഞാനിവിടെ ആവർത്തിച്ചതാ, മിസ്രയീമ്യ സൈന്യം എന്ന് പറയാൻ നമുക്കൊക്കും. കാരണം എന്താണെന്നറിയാമോ, മിസ്രയീമ്യർക്ക് സൈന്യം എന്ന് പറയാൻ സൈന്യ ബഹുത്വമുണ്ട്. സൈന്യത്തിന് അധിപനായ ഫറവോനുണ്ട്. അവർക്ക് രഥമുണ്ട്, കുതിരയുണ്ട്, ചേവകരുണ്ട്, യുദ്ധതന്ത്രങ്ങളുണ്ട്, യുദ്ധായുധങ്ങളുണ്ട്. എന്നാൽ അവൻ വെറും വടി കൈ പിടിച്ച് അരക്കെട്ടി ചെരിപ്പിട്ട് പെസക കുഞ്ഞാടിനെ കഴിച്ച് ചെങ്കടൽ കടക്കുന്ന ഇവരെങ്ങനെയാ ഇസ്രായേൽ സൈന്യമാകുന്നത്? ഇവരെ സൈന്യമെന്ന് വിളിക്കാൻ ഒക്കത്തില്ല. കാരണം എന്താണെന്നറിയാമോ, വേണമെങ്കിൽ ജനബാഹുത്യം കൊണ്ട് വിളിക്കാൻ പറ്റും. പക്ഷേ ഇവർ മിസ്രയീമ്യ സൈന്യം പോലെ ഒരു സൈന്യമല്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? മിസ്രയീമ്യ സൈന്യം പോലെ ഒരു സൈന്യമല്ല. ആര്? ഇസ്രായേൽ സൈന്യം. എന്റെ തെറ്റാണെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, തിരുത്തണം. മിസ്രയീമ്യ സൈന്യം എന്നൊക്കെ പറയണമെങ്കിൽ, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആമേൻ, ഇന്ത്യൻ സൈന്യം എന്ന് പറയണമെങ്കിൽ അവർക്കൊരു ക്യാപ്റ്റൻ ഇല്ലേ? അല്ലേ? അവർക്ക് അതിന് വേണ്ടതായ യുദ്ധ സാമഗ്രികളില്ലേ? അവരെയല്ലേ നമ്മൾ എന്തെന്ന് വിളിക്കുന്നേ? സൈന്യം എന്ന് വിളിക്കുന്നേ. എടാ, അതുകൊണ്ടാണ് മിസ്രയീമ്യ സൈന്യം എന്ന് വിളിച്ചേ. ഇവരെ സൈന്യം എന്ന് വിളിക്കാൻ പറ്റുമോ? അവർക്ക് മുൻപിൽ നടക്കാൻ ആരാ ഉള്ള? മോശയാ. മോശയുടെ കയ്യിൽ എന്നാ ഉള്ളേ? ചുമ്മാ ഒരു വടി. അപ്പുറത്ത് മിസ്രയീമ്യ സൈന്യത്തെ നോക്കേ, അവർക്കൊരു നായകനുണ്ട്. അവന്റെ പേര് ഫറവോൻ എന്നാണ്. അവന്റെ കയ്യിൽ ഒരു വാളുണ്ട്. അവന് സഞ്ചരിക്കാൻ ഒരു വാഹനമുണ്ട്. അത് കുതിരയാണ്, അത് രഥമാണ്. പക്ഷെ ദൈവത്തിന്റെ കണ്ണിൽ ഇത് രണ്ടും സൈന്യമാണ്. ഇവിടെയാണ് ഇന്ന് രാത്രി എൻ്റെ അകത്തളത്തിൽ ഭയങ്കര സന്തോഷം തന്നത്. കുഞ്ഞുങ്ങൾ ഇട്ടു രാത്രി മുഴുവനും ഇസ്രായേലിലെ സൈന്യവും മിസ്രയീമ്യ സൈന്യവും അല്ലേ? അപ്പോ എന്തുകൊണ്ട് ദൈവം അവരെയും ഈ സൈന്യമാക്കി കണ്ടു? ഒറ്റ കാര്യം പറയാം, മിസ്രയീമ്യർക്കാരുണ്ട്? നായകനുണ്ട്. ഇസ്രായേൽ മക്കൾക്കാരില്ല, നായകനില്ല. അവരുടെ കാഴ്ചയ്ക്ക് ഇവരുടെ മുമ്പിൽ ഒരു നായകനില്ല. പക്ഷെ തമ്പുരാൻ പറഞ്ഞു, ജനത്തോട് പറ ഉറച്ചു നിൽക്കാൻ. ജനത്തോട് പറ ഉറച്ചു നിൽക്കാൻ. നിങ്ങളുടെ സൈന്യങ്ങളുടെ നായകൻ ഞാനാണ്. മനസ്സിലായോ? നിങ്ങളുടെ സൈന്യങ്ങളുടെ നായകൻ ഞാനാണ് കുഞ്ഞെ. കാണത്തക്ക രീതിയിൽ നിന്റെ മുമ്പിൽ നിൽക്കാൻ, നിന്റെ മുമ്പിൽ വാള് പിടിക്കാൻ, നിന്റെ മുമ്പിൽ ആയുധം ധരിക്കാൻ ആരുമില്ലെന്ന് കരുതി നിങ്ങൾ വിചാരിക്കരുത്. നിന്നിൽ മുന്നിൽ നിൽക്കാൻ ഒരു നായകൻ ഇല്ലെന്ന് വിചാരിക്കരുത്. ഇന്ന് രാത്രി വിശ്വാസ കണ്ണുകൾ ഉയർത്തി കരമടിച്ചാരാധിച്ച് അന്യഭാഷ പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുത്ത് ഒന്ന് ദൈവത്തെ ആരാധിച്ചു പറ, ഞങ്ങളുടെ മുമ്പിൽ നടക്കാൻ സൈന്യങ്ങളുടെ നായകനായ യഹോവയാം ദൈവം ഇന്ന് രാത്രി ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നുണ്ട്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു നായകൻ നിനക്ക് മുന്നിലുണ്ടെന്ന് വിശ്വസിച്ച് സഭ ഇളകത്തക്കവണ്ണം ഒരു ഹല്ലേലൂയ പറയാൻ പറ്റുമോ? അവൻ കാഴ്ചക്കാർക്ക് കാണാൻ കഴിയാത്തതുപോലെ, വ്യക്തികൾക്ക് കാണാൻ കഴിയാത്തതുപോലെ, അത് മനുഷ്യന്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്തതുപോലെ ഒരു വലിയ സൈന്യങ്ങളുടെ നായകനായ അത്ഭുതമന്ത്രി വീരനാം ദൈവം, ഇസ്രായേലിന്റെ ദൈവം, നായകനായ ഒരു ദൈവം ഇന്ന് രാത്രി എന്റെ മുമ്പിൽ
ഭൂമിയിൽ ആമേൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ വേണം ദൈവത്തിന് മഹത്വം കൊടുക്കാൻ. ശബനഘടകൽ ഖരാതല ഹുഡബലഘടകജഗൽ ഖടം തലാരഗസി ഹതുനഘടകജഗൽ ഖരാതലാന. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ വരുന്നൊരു മെസ്സേജ് ഞാൻ പറയാം. ഈ സൻഹരീബ് എന്ന് പറയുന്ന അസൂരിൻ്റെ ഒരു രാജാവുണ്ട്. സൻഹരീബ് രാജാക്കന്മാരുടെ പുസ്തകത്തിലെ ഒരു വാക്യമാണ്. കയറി വന്നതുകൊണ്ട് തൊട്ടതാ, എൻ്റെ വിഷയമല്ല. കയറി സൻഹരീബ് എന്ന് പറയുന്ന അസൂർ രാജാവ് ഹിസ്കിയാവ് രാജ്യം ഇസ്രയേൽ ഭരിക്കുമ്പോൾ വന്നിട്ട് പറഞ്ഞു, എനിക്ക് കപ്പം വേണമെന്ന് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഹിസ്കിയാവ് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു. ഇവൻ ഇതൊന്നും കിട്ടിയിട്ട് പോരാ, സൻഹരീബിന് ഇതൊന്നും കിട്ടിയിട്ട് പോരാ. അവസാനം ഇവൻ ആലയത്തെ ദൃഷ്ട്യം വെച്ചു. യെരുശലേം ദൈവാലയത്തെ ദൃഷ്ടി വെച്ചു. യെരുശലേം ദൈവാലയത്തിന് പ്രത്യേകത എന്നാ? ശലോമോൻ ഇത് മൊത്തം പണിതിരിക്കുന്നത് രത്നങ്ങളും വൈഡൂര്യങ്ങളും കൊണ്ടാണ് പണിതിരിക്കുന്നത്. ഇവൻ ഇസ്രയേൽ ആലയത്തിൻ്റെ മേൽ സൻഹരീബ് ലക്ഷ്യം വെച്ചപ്പോൾ ഇവന് മനസ്സിലായി, ഇവന്റെ കയ്യിൽ, രാജാവിൻ്റെ കയ്യിൽ എനിക്ക് തരേണ്ട നന്മകൾ മുഴുവൻ തീർന്നു പോയാലും ആലയത്തിലിരിപ്പുണ്ടല്ലോ. സഹോദരൻ പറയാൻ പറ്റുമോ? ആലയത്തിലിരിപ്പുണ്ടല്ലോ. രണ്ട് ഇതുപോലെ ആലയത്തിൻ്റെ പ്രധാന കവാടത്തിങ്കൽ 2 കവാടത്തിൻ്റെ ഒരു കവാടത്തിൽ മാതളമണിയും മറ്റൊരു വാതിക്കൽ എന്താണ് മുന്തിരിക്കൊലയും ഇങ്ങനെ വെട്ടിവെച്ചിട്ടുണ്ട്. ഇത് മുഴുവൻ പതിപ്പിച്ചിരിക്കുന്നത് സ്വർണത്തിലാണ്. അങ്ങനെ തന്നെ സ്വർണം കൊണ്ടുവന്ന് കൊത്തിവെച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൽ അവൻ്റെ ശ്രദ്ധ പതിച്ചു. എന്താ ചെയ്തെന്നറിയാമോ? ഹിസ്കിയാവ് അതിനകത്തുനിന്ന് പറിച്ചു കൊണ്ടുപോയി ഇവന് കൊടുത്തു. ആർക്ക്? സൻഹരീബിന്, അസൂർ രാജാവിന്. എന്നിട്ടും അവന്റെ കൊതി അടങ്ങിയില്ല. അവസാനം മാതലിന്മേലോട്ട് കയറി നിന്നിട്ട് ഒരുത്തൻ ഇവരെ വെല്ലുവിളിക്കാൻ തുടങ്ങി. ഏത് ഭാഷയിൽ? അസൂർ ഭാഷയിൽ. അപ്പൊ ഇസ്രയേൽ മക്കളെ പ്രഭുക്കന്മാരെല്ലാം കൂടി പറഞ്ഞു, അയ്യോ, ഇങ്ങനെ നിങ്ങൾ അസൂർ ഭാഷയിലൊക്കെ ഞങ്ങൾ വെല്ലുവിളിച്ചാൽ ഞങ്ങൾക്കിത് മനസ്സിലാക്കാനുള്ള കഴിവൊന്നുമില്ല, ഞങ്ങളുടെ ഭാഷയിൽ അങ്ങ് വിളിക്കാൻ പറഞ്ഞു. അപ്പോഴാ മനസ്സിലാതെ ഇവന്മാരെല്ലാം കൂടി ഞങ്ങളെ വെല്ലുവിളിക്കുക. സ്വതന്ത്രം. ഈ സമയത്ത് ഹിസ്കിയാവ് എന്ത് എന്നറിയാമോ? ആസാഫിന്റെ കൊച്ചുമകനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ചെന്ന് ഒന്ന് രമ്യപ്പെടാൻ പറ്റുമെങ്കിൽ ഈ ഒരു വിഷയം പിന്നീട് നമുക്ക് ചിന്തിക്കാം. കയറി വന്നുകൊണ്ട് നീ ചെന്നൊന്ന് രമ്യപ്പെടാൻ പറഞ്ഞു. ആസാഫിന്റെ കൊച്ചുമകൻ രമ്യപ്പെടാൻ വേണ്ടി ചെന്നപ്പോ അവനെ ഉമ്മാർ ഓടിച്ചു വിട്ടു. അവസാനം നിവർത്തിയില്ലാതെ വന്നപ്പോ ഹിസ്കിയ രാജാവ് യെശയ്യാവിന്റെ അടുക്കലേക്ക് ഒരാളെ വിട്ടിട്ട് ചോദിച്ചു, എൻ്റെ പൊന്നു പ്രവാചകനെ, ഇവനെ കൊണ്ട് ഞങ്ങൾ മടുത്തിരിക്കുക, എന്താണ് ഇതിന് പ്രതിവിധി? ഒരൊറ്റ പ്രവചനം, ഹിസ്കിയാവേ പേടിക്കണ്ടടാ, സൈന്യങ്ങളുടെ നായകൻ എഴുന്നേക്കാൻ പോവുക. ഹല്ലേലൂയ. ഇതൊക്കെ വാക്യം ഞാൻ തരാം കേട്ടോ. സൈന്യത്തിന്റെ നായകൻ നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. അവൻ ഉയർത്തിയിരിക്കുന്ന കൊമ്പ് ഞാൻ താഴ്ത്തും. അവന്റെ കൊമ്പ് ഞാൻ താഴ്ത്തും. ആ കൊമ്പ് ഞാൻ പറിക്കും. ആ കൊമ്പ് ഞാൻ അടിച്ചു തകർക്കും. ഇന്ന് രാത്രിവേളയിൽ ദൈവസഭക്കെതിരെ ഉയർന്നു വരുന്ന സകല കൊമ്പുകളെയും ദൈവം ഇന്ന് രാത്രി തകർക്കും. ജീസസ്. കിട്ടിയോ? 37-ന്റെ 37-ാമത്തെ എത്രയാ? 13. വായിച്ചോ. യെശയ്യാവ് അവരോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ യജമാനോട് പറയേണ്ടത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ പോയി യജമാനോട് നിക്കക്കള്ളിയില്ലാതെ വരുമ്പോഴേ പ്രവാചകൻ എടുത്ത് ആലോചന ചോദിക്കാൻ ചെന്നതാ. ഈ സൻഹരീബിനെ കൊണ്ട് മടുത്തു കഴിഞ്ഞപ്പോ ഉടനെ പ്രവാചകൻ ദൂത് പറഞ്ഞു. പൊന്നെ, എന്നാ ദൂത? ഒന്ന് വായിച്ചേ. അശൂർ രാജാവിന്റെ ഭൃത്യന്മാർ എന്നെ നിന്ദിച്ചതായി, അശൂരിന്റെ ഭൃത്യന്മാർ എന്നെ നിന്ദിച്ചതായി നീ കേട്ടിരിക്കുന്ന വാക്കു റെഫറൻസ് എന്ന് പറഞ്ഞേ. 37 37-ന്റെ 7-ാം വാക്യം. യെശയ്യാ 37-ന്റെ 6-ാമത്തെ 6-ഉം 7-ഉം വാക്യം വായിച്ചോ.
ഞാൻ അവനൊരു മനോവിഭ്രമം വരുത്തും. ഞാൻ അവനൊരു മനോഭിഭ്രമം വരുത്തും. അവനൊരു ശ്രുതി കേട്ടിട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും. അവനൊരു ശ്രുതി കേട്ടിട്ട്, ചുമ്മാ പ്രവാചകൻ പറഞ്ഞേ, ഞാൻ ഒന്ന് വായിച്ചു പോനെ. ശ്രുതി കേട്ടിട്ട് സ്വന്തം ദേശത്തേക്ക് മടങ്ങിപ്പോകും. അല്ല, ആദ്യം ഒന്ന് വായിച്ചേ. ഞാൻ അവന് ഒരു മനോവിഭ്രമം വരുത്തും. ഞാൻ അവൻ എന്ത് വരുത്തും? മനോവിഭ്രമം. ഓ, ഒരു അല്ലല്ലിയോ പറ. നമ്മുടെ തമ്പുരാന്റെ കയ്യിലാണോ യുദ്ധതന്ത്രം ഇല്ലാത്ത? അവൻ ഞാൻ അവനൊരു മനോവിഭ്രമം വരുത്തും. അടുത്തത്, അവനൊരു ശ്രുതി കേട്ടിട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും. സ്വദേശത്തേക്ക് എന്ത് ചെയ്യും? മടങ്ങിപ്പോകും. ഒരു ശ്രുതി കേൾക്കും. എന്ത് കേൾക്കുമെന്ന്? ശ്രുതി കേട്ടു. അപ്പൊ നിങ്ങൾ വിചാരിച്ചു ഈ വരുന്ന വഴിക്ക് ഇവൻ എന്ത് ശ്രുതിയാ കേൾക്കുന്നത്? ആ ശ്രുതി ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ, സമയമില്ലാത്തതുകൊണ്ടാ. ഇവന്മാരെല്ലാം കൂടി ഇങ്ങനെ നിൽക്കുന്ന സമയത്തെ ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി. പുള്ളി ഒന്നിങ്ങനെ കറങ്ങി തിരിഞ്ഞു വന്നപ്പോൾ 1,85,000 പേരെ വെട്ടി താഴെ ഇട്ടു. ഈ ശ്രുതി കേട്ടു. ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായില്ല? യുദ്ധത്തിന് വേണ്ടി ഇത്രയും അശൂർ സൈന്യം സൻഹരീബ് അഹങ്കാരത്തോടെ തല ഉയർത്തി നിൽക്കുമ്പോൾ ഒരുത്തം വന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്ന് സാറേ, സാറൊന്ന് അറിഞ്ഞോ, ആകെ നമ്മുടെ രാജ്യത്തുള്ള പട്ടാളം എന്ന് പറയുന്നത് 2 ലക്ഷം പട്ടാളമാണ്. അതിൽ 1,85,000 പേര് ഇപ്പോഴേ പോയി. അങ്ങ് എന്താന്ന് ചെയ്യാൻ പറഞ്ഞു. വന്ന വഴി തന്നെ അവൻ തിരിച്ചോടി. ഒരു സ്വതന്ത്രം പറഞ്ഞേ. ഇനി ഓടുക മാത്രമല്ല സാജൻ ബ്രദറെ, ഇവൻ ഓടിയിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? അശൂർ രാജാവ് ഓടിച്ചെന്നിട്ട് ഒരു ക്ഷേത്രത്തിനകത്തോട്ട് കയറി. ആ ക്ഷേത്രത്തിനകത്ത് കയറി ഒളിച്ചിരിക്കുമ്പോൾ ഇവന്റെ മക്കള് ഇത്രയും പ്രശ്നം ഉണ്ടാക്കി 1,85,000 പേരെ പട്ടാളെ കൊല്ലാനാക്കിയ സൻഹരീബിന്റെ മക്കള് ചെന്നിട്ട് അമ്പലത്തിയിട്ട് വെട്ടിക്കൊന്നു. ആരെ? അശൂർ രാജാവിനെ. അവനോട് ശ്രുതിയേക്ക് വന്ന് യേശയ്യാ പറഞ്ഞു, നീ പോക്കോടാ, നീ ചെന്ന് രാജാവിനോട് പറ, അവനോട് ശ്രുതി കേൾക്കും. ഇതൊക്കെ എന്നെ പഠനമെന്നറിയോ? അവനോട് ശ്രുതി കേൾക്കും. എന്ത് ശ്രുതി? വരുന്ന വഴിക്ക് അവൻ്റെ ചെവി കേൾക്കും. നിന്റെ പട്ടാളമൊക്കെ എത്ര പേര്? 1000 പേരല്ല ഇറങ്ങിയത്, ഒരൊറ്റ ദൂതൻ ഇറങ്ങി 1,85,000 പേരെ കൊന്നൊടുക്കി. ഓ ജീസസ്! യുദ്ധസന്നദ്ധനായി ഇന്ന് രാത്രി നമ്മുടെ ആലയത്തിനകത്ത്, ഈ ദൂത് കേൾക്കുന്നവരുടെ ഭവനത്തിനകത്ത് യുദ്ധസന്നാഹരായ ദൂതന്മാർ ഇന്ന് രാത്രി ഇറങ്ങി വരുന്നുണ്ട്. നിനക്കെതിരെ നിൽക്കുന്ന സകല വെല്ലുവിളികളെയും യുദ്ധം ചെയ്യേണ്ടതിന് സൈന്യങ്ങളുടെ യഹോവയായ ദൈവം ഇന്ന് രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട്. ജഗന്നാഥൻ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഒരു ശ്രുതി കേട്ടു. ആ ഒറ്റ ശ്രുതിയിൽ ഉണ്ടായിരുന്നു ഇവൻ തിരിച്ചോടാനുള്ള ദൂത്. രാമൻ പറ, തമ്പുരാനെ ഉയർത്ത്. ഒരിക്കൽ പോലും ഹൃദയത്തിൽ ചിന്തിക്കരുത് ഒരു ഉണക്ക ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയെന്ന്. അല്ല, സേവിക്കാൻ ഇറങ്ങിയത് ആ തുന്നതനെയാണ്. ഈ ദൈവത്തെ പോലെ ഒരു ദൈവമില്ലെന്നേ. ഈ ദൈവത്തെ പോലെ ആരാധിപ്പാൻ, ഈ ദൈവത്തെ പോലെ സേവിക്കാൻ കൊള്ളാവുന്ന ഒരു ദൈവം ഉലകത്തിൽ വേറെ ഇല്ലെന്ന്. അന്ന് ഈ സ്തോത്രം, ഈ സൻഹരീബിൻ്റെ ഈ സമയത്ത്, ഈ കാലഘട്ടത്തിൽ ആസാവിൻ്റെ കൊച്ചുമകനെ വിട്ട ചരിത്രം പറഞ്ഞില്ലേ? അപ്പോൾ ആസാവ് പാടിയ സങ്കീർത്തനം 75 സങ്കീർത്തനം. ഈ സന്ദർഭോചിതമായി ആസാവ് എഴുതിയതാ. ഏത്? ഒരു ശ്രുതി കേട്ടു, സൻഹരീബ് തിരിച്ചോടി, അവനെ മക്കൾ തട്ടി.
ഈ ദൂതിൻ്റെ പുറകിൽ എഴുതിയതാ 75-ാം സങ്കീർത്തനം. അതിന് ഒരു വാക്യം ഒന്ന് വായിച്ചാൽ മതി. ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അത് അന്ന് നമുക്ക് സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു വാക്യം, സ്തോത്രം, ഈ 5-ാമത്തെ വാക്യം, 4-5 വാക്യം. ഡംബം കാട്ടരുത് ഡംബികളോടും, ഡംബം കാട്ടരുതെന്ന് ഡംബികളോടും, കൊമ്പ് ഉയർത്തരുതെന്ന് ദുഷ്ടന്മാരോട് ഞാൻ പറയുന്നു. ഇതേ സൻഹരീബിനോട് പറഞ്ഞതാ. നീ ആവശ്യമില്ലാതെ എന്ത് കാണിക്കരുത്. നമ്മൾ പറയില്ല അത് നമ്മൾ പറയുന്നത് എന്നാ, നമ്മൾ സാധാരണ ഭാഷ പറഞ്ഞ് നീ അവൾ ഡംബിയാന്നൊക്കെ പറയല്ലേ, അവൻ ഭയങ്കര ഡംബനാന്നൊക്കെ പറയില്ലേ, ഈ അതേ ഭാഷയാണ്. ഡംബം കാണിക്കരുത്. സൻഹരീബിൽ അല്പം ഒന്ന് ഡംബം കാണിച്ചത് അതാണ്ട് കിടക്കുന്നു. എവിടെ? സ്വന്തം മക്കൾ വെട്ടിക്കൊന്നു. ആ ചരിത്രമാ 75-ാം സങ്കീർത്തനം. അവൻ ഡംബം കാണിക്കരുതെന്ന് ഡംബികളോടും കൊമ്പ് ഉയർത്തരുതെന്ന് ദുഷ്ടന്മാരോടും ഞാൻ പറയുന്നു. നിങ്ങളുടെ കൊമ്പ് എവിടേക്ക് ഉയർത്തരുത്? മേലോട്ട് ഉയർത്തരുത്. ശാഠ്യത്തോടെ സംസാരിക്കരുത്. എന്നിട്ട് അതിന്റെ സ്തോത്രം 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ദുഷ്ടന്മാരുടെ കൊമ്പുകളൊക്കെ ഞാൻ മുറിച്ചു കളയും. ദുഷ്ടന്മാരുടെ കൊമ്പെല്ലാം ഞാൻ എന്ത് ചെയ്യും? മുറിച്ചു കളയും. ഇതാ വാക്യം. ഈ വാക്യം ഞാൻ ഈ പറഞ്ഞ ചരിത്ര പശ്ചാത്തലമാണ്. 75-ാം സങ്കീർത്തനം. പറ്റുമെങ്കിൽ ഒരു ദിവസം നമുക്കിത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കാം. പോട്ടെ, അത് നമ്മുടെ വിഷയമല്ല. കയറി വന്നതുകൊണ്ട് നമ്മളൊന്ന് തൊട്ടേ ഉള്ളൂ. അപ്പം തിരിച്ചു വരാം. യുദ്ധസന്നാഹനായ ഒരു ദൈവം നമുക്കില്ലേ? അല്ലേ? ഉണ്ടോ? ഈ നമ്മുടെ ദൈവത്തിന് 365-ലധികം പേരുകൾ ഉണ്ടെന്ന വേദപഠിതാക്കൾ പറയുന്നത്. എല്ലാം ഒന്നും എനിക്കറിയത്തില്ല. കുറച്ചൊക്കെ നമ്മൾ പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പറയാറുണ്ട്. അതിൽ ഒരു പേരാണ് സൈന്യങ്ങളുടെ യഹോവ. അതാണ് അവൻ്റെ പേര്, സൈന്യങ്ങളുടെ. എങ്ങനെ ദൈവത്തിന് അവൻ സൈന്യങ്ങളുടെ യഹോവ എന്ന് പേര് വന്നു? അതൊരൊറ്റ കാര്യമേ ഉള്ളൂ. ദാണ്ട് നമ്മൾ നേരത്തെ വായിച്ചില്ലേ, എവിടെ? പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രയേലിയ സൈന്യവും മിസ്രൈമേ സൈന്യവും. ഇസ്രയേൽ മക്കൾക്ക് സൈന്യാധിപനായി നിൽക്കാൻ ഫറവോനെ പോലെ ആയുധം പിടിച്ച ഒരുവനില്ലായിരുന്നു. മുൻപിൽ വടി പിടിച്ച മോശ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഇസ്രയേൽ ജനത്തിൻ്റെ മുമ്പിൽ നായകനായി നിന്നത് ഒരൊറ്റ വ്യക്തിയാണ്, ഒരു ശക്തിയാണ്. അത് ഇസ്രയേലിൻ്റെ ദൈവം മാത്രമാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ച ദൈവത്തിന് നന്ദി പറ. ഈ രാത്രി ഈ ദൂത് നിങ്ങൾ വിശ്വസിക്കണം. അങ്ങനെയാണെങ്കിൽ നാം നിൽക്കുന്നത് എവിടെയാണ്? ഒരു പോരാട്ടത്തിലാണ് നിൽക്കുന്നത്. നാം നിൽക്കുന്നത് യുദ്ധക്കളത്തിലാണ് നിൽക്കുന്നത്. ഒരു ഹല്ലേലൂയ പറ. ആമേൻ. ഇനി 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. ഒരു പോർക്കളത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ, ഒരു യുദ്ധക്കളത്തിലാണ് എന്ന് നമ്മുടെ അകത്തൊരു ബോധ്യം വന്നാൽ മാത്രമേ നമ്മുടെ നിൽപ്പും നമ്മുടെ നടപ്പും നമ്മുടെ പോക്കും വരവുമെല്ലാം മാറ്റം വരും. ഞാൻ നിൽക്കുന്ന എവിടെയാ? യുദ്ധക്കളത്തില. ഒരു യുദ്ധത്തിന് നിൽക്കുന്ന ഒരു പടയാളിയുടെ നിപ്പ് എങ്ങനെയാ? അവൻ്റെ വസ്ത്രധാരണം എങ്ങനെയാ? 2, അവൻ എല്ലാവരും കഴിക്കുന്ന പോലെ കഴിക്കാൻ പറ്റുമോ? അവന് എല്ലാവരും മുടിവെട്ടിയതുപോലെ മുടിവെട്ടാൻ പറ്റുമോ? അവന് എല്ലാവരും വസ്ത്രം ധരിക്കുന്ന പോലെ ധരിക്കാൻ പറ്റുമോ? ഇല്ല. ആ രാജ്യം അവരെ പട്ടാളത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് എഴുതി പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനനുസരിച്ചല്ലേ? അല്ലേ? ആദ്യം തന്നെ ട്രെയിനിങ് ചെല്ലുമ്പോൾ അവൻ്റെ മുടിയെല്ലാം നേരെ അങ്ങ് വെട്ടുകയല്ലേ? എന്തിനാ? നമ്മൾ ഇതിലെ കൂടി നടക്കുമ്പോഴേ, ഈ കൊച്ചി കൂടി നടക്കുമ്പോൾ നേവിക്കാർ പിള്ളേർ നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? അവർ നേവിക്കാരായിട്ടില്ല, ട്രെയിനിങ്ങിന് വന്നവരാ. പക്ഷെ കണ്ടിട്ടില്ലേ, അവരെല്ലാം മറ്റേ നീല ഷർട്ടുമൊക്കെ ഇട്ട് പാൻറ്റും ഇട്ട്. പക്ഷെ അവരുടെ നമ്മൾ കാണുമ്പോൾ തന്നെ അവർ നേവി ലുക്കല്ലേ? അല്ലേ? അവർ നേവിക്കാരായോ? ആയിട്ടില്ല. അവരുടെ ആ സ്റ്റാറൊക്കെ കിട്ടിയോ? കിട്ടിയിട്ടില്ല. അതിനകത്തേക്ക് അവർ കരാറ് ചെയ്ത് ഒപ്പുവെച്ച് കാൽച്ചുവട് വെച്ചപ്പോൾ തന്നെ അവിടെ രീതികൾ മാറിയത് കണ്ടോ? ഇനി അങ്ങനെ യുദ്ധത്തിന് ചേർന്ന ഒരു പടയാളി വഴിയറമ്പിൽ നിന്ന് ആരോടെങ്കിലും കുശലം പറഞ്ഞു നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഉണ്ടോ?
അങ്ങനെ ആരെങ്കിലും കുശലം പറഞ്ഞ് നിൽക്കുന്നത് കണ്ടാൽ അടുത്ത മറുപടി എന്താണെന്നറിയോ? അടുത്ത യുദ്ധത്തിനകത്ത് ഏതെങ്കിലും ഒരു കാര്യം യുദ്ധതന്ത്രത്തിൽ ലീക്ക് ഔട്ടായാൽ ഈവനായിരിക്കും ആദ്യം അകത്ത് പോകുന്നത്. അതുകൊണ്ട് കരാറ് ചെയ്ത ഒരു പട്ടാളക്കാരനും അനാവശ്യമായ ഒരു വിഷയത്തിൽ അവൻ ഇടപെടത്തില്ല. ഇനി അടുത്തത് കേട്ടോ, അവൻ 10 ദിവസത്തെ വെക്കേഷന് വന്നാൽ അവൻ ആദ്യം ഇവിടെ വന്നിറങ്ങിയെന്ന് ഇവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ അറിവ് കൊടുക്കും. അവൻ തിരിച്ചു പോണെന്ന് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവൻ സൈൻ ചെയ്യും. 10 ദിവസത്തെ വെക്കേഷന് ശേഷം വീണ്ടും ഞാൻ ഇതാ പ്രവേശിക്കുന്നു. അവൻ്റെ ജീവിതം ക്രമപ്പെടും. അവൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അടുക്കും ചിട്ടയാകും. എല്ലാറ്റിനും എന്തിനാ ഇവൻ ഇങ്ങനെ ട്രെയിൻ ചെയ്യുന്നത്? ഇങ്ങനെയാക്കിയെങ്കിൽ മാത്രമേ ഒരു രാജ്യത്തുണ്ടാകുന്ന വെല്ലുവിളിയിൽ ഇവനെ അവർക്ക് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. ഇനി ശ്രദ്ധിച്ചോ, എല്ലാ ദൈവമക്കളെയും ദൈവത്തിൻ്റെ യുദ്ധത്തിനകത്ത് ചേർക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എല്ലാവരെയും, എല്ലാ പെന്തക്കോസുകാരെയും ദൈവത്തിൻ്റെ യുദ്ധസന്നാഹത്തിനകത്ത് ചേർക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചെങ്കിൽ നിങ്ങൾക്കും എനിക്കും തെറ്റുപറ്റി. ഇവിടുത്തെ കമാൻഡോകൾ, ആർമി ഇത്രയും സെലക്ഷനായിട്ട് തിരഞ്ഞെടുക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ രാജ്യത്ത് യുദ്ധം ചെയ്യാൻ നിൽക്കേണ്ടത് ഇതിനേക്കാൾ വിലയേറിയവരാണ്. മനസ്സിലാകുന്നെങ്കിൽ ഒരു ആമേൻ പറ ദൈവമക്കളെ. അതിനേക്കാൾ വിലയേറിയവരാണ്. പിശാച് ഏത് നേരത്തും നിനക്കെതിരെ ഇടർച്ച ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് ഞാൻ പറയുന്നു, ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ സ്തോത്രം സ്തോത്രം ഒരു ആമേൻ പറ. രാവിലെ നമ്മുടെ ഈ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ, പരേഡ് ഗ്രൗണ്ടിൽ ചെന്നാൽ, ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ 20 പോലീസുകാരും SIയും ആ സർക്കിളെല്ലാം കൂടി അവിടെ ഒന്ന് പരേഡ് നടത്തും. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? രാവിലെ ഒന്ന് പോയാൽ കാണാം, അവിടെ പരേഡുണ്ട്. ഈ പരേഡ് നടത്തുന്ന സമയത്ത് സ്ഥലം SI വന്നിട്ട് ഇവരുടെ മുമ്പിൽ കൂടി ഇങ്ങനെ നടക്കുന്നത്. അപ്പം ഞാൻ 1-2 പ്രാവശ്യം ഇത് കണ്ടതുകൊണ്ടാണ് പറയുന്നത്. ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരാൾ ഈ ഷർട്ട് ഇൻസൈഡ് ചെയ്തിട്ട് കുറച്ചിങ്ങനെ കിടക്കുക. ഉടനെ തന്നെ പുള്ളി ആ കൂട്ടത്തിൽ നിന്ന് പുറത്തു പോയി അവിടെ പോയി എല്ലാം ഇട്ട് ബെൽറ്റെല്ലാം പക്കയിട്ട് കൊണ്ടുവന്നിരുന്നു. അങ്ങനെ കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരാളുടെ ഷൂ മൊത്തം ബ്ലാക്ക്, ഇത് പോളിഷ് ചെയ്തിട്ടില്ല, ഷൂ പോളിഷ് ചെയ്തിട്ടില്ല. സോറി സാർ, ഇപ്പം തന്നെ ചെയ്യാം. ഞാൻ ഞെട്ടിപ്പോയി. ആ ഇൻസൈഡ് ചെയ്തിരിക്കുന്നതിനകത്തൊരു മാറ്റം വരാൻ പാടില്ല. ഷൂ പോളിഷ് ചെയ്തിട്ടില്ല, ഇതിന് പണിഷ്മെൻറ്റാണ്. ഇനി ബെൽറ്റ് കെട്ടിയത് അവൻ ഇങ്ങനെ ലൂസായി കിടക്കുന്നു, പണിഷ്മെൻറ്റാണ്. ഏതെങ്കിലും പട്ടാളക്കാർ, കുടവേറുള്ള പട്ടാളക്കാരെ കണ്ടിട്ടുണ്ടോ? അവന് കുടവേർ കൂടി അപ്പം തന്നെ ഡിസ്മിസ്, പൊക്കോ. കേരള പോലീസ് കാണും 3-4 വയറുള്ളവരൊക്കെ, പക്ഷെ പെട്രി കാണത്തില്ല, എടുക്കത്തില്ല. ആൻറ്റി അവിടെ വർക്ക് ചെയ്തതല്ലേ? ആ വർക്ക് ചെയ്ത് ആൻറ്റിയോട് ഞാൻ അതുകൊണ്ടാണ് ഇത്രയും കൃത്യമായിട്ട് പറയുന്നത്. വീട്ടിൽ പരേഡെല്ലാം ഉണ്ട്. അപ്പം ഞാനിത് പ്രസംഗിക്കുന്നതിന് മുമ്പ് ഇതൊരു സ്റ്റഡി നടത്തിയിട്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അല്ലെങ്കിൽ ആൻറ്റി എന്നോട് ചോദിക്കില്ല ഇങ്ങനെയൊന്നും ഇല്ലെന്ന്. ഞാൻ ശരിക്കും സ്റ്റഡി നടത്തിയിട്ടാണ് ഇത് പ്രസംഗിക്കുന്നത്. അപ്പം ഇത്രയും കൃത്യമായിട്ട് നമ്മുടെ ലോകത്തിലെ പട്ടാളക്കാർ ട്രെയിൻ ചെയ്യുന്നെങ്കിൽ കർത്താവ് എന്നോട് പറയാൻ പറഞ്ഞു, നിങ്ങൾ ഒരു പോർക്കളത്തിലാണ്. ഡെലിവറൻസ് ചർച്ചിലെ ദൈവമക്കളെല്ലാം ഒരു യുദ്ധക്കളത്തിലാണ് നിൽക്കുന്നത്, ഒരു യുദ്ധത്തിന് സന്നാഹരായി നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ ശത്രുവാരാ? കാശ്മീരുകാരാണോ, പാകിസ്ഥാൻകാരാണോ, ചൈനക്കാരാണോ, ആരാണ് നമ്മുടെ എതിരാളികൾ? ഒന്ന് ശ്രദ്ധിച്ചേ. നമുക്കൊരു വാക്യത്തിലേക്കൊന്ന് വരാം. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 12-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വാക്യം തന്നെയാണ്, അല്ലേ? നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവിൻ.
നിങ്ങളുടെ ഇനി ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഈ പിശാചിനെ കുറിച്ച് ചില കാര്യം ആദ്യം ഞാൻ ഒന്ന് പറഞ്ഞിട്ട് വരാം. പിശാച് ഉണ്ടെന്ന് പോലും വിശ്വസിക്കാത്തവരുണ്ട്. പിശാച് ഉണ്ടെന്ന് പോലും വിശ്വസിക്കാത്തവരുണ്ട്. പിശാച് അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇനി പിശാചിനെ ഒത്തിരി അങ്ങ് ബൂസ്റ്റ് ചെയ്യുന്നവരുമുണ്ട്, ഒത്തിരി അങ്ങ് ഉയർത്തുന്നവരുമുണ്ട്. ഇതും അത്ര ശരിയല്ല. ദൈവത്തെക്കുറിച്ച് ഇച്ചിരി വാക്യം പറഞ്ഞിട്ട് പിശാചിനെ കുറിച്ച് ഒത്തിരി പറയുന്നവരെ എനിക്കറിയാം. അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അങ്ങനെ പോയി, ഇങ്ങനെ പോയി, അതുവഴി വന്നു, ഇതുവഴി വന്നു. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു വെളിച്ചം വരുമ്പോൾ ഇരുട്ടെല്ലാം പോവും. ആമേൻ. ഇതിന് വേറെ ഒന്നുമില്ല. എന്നാൽ പൗലോസ് ഇവിടെ പറഞ്ഞു വെക്കുന്നൊരു കാര്യം, നിങ്ങൾ ജ്ഞാനം നിൽക്കുന്നത് എവിടെയാണ്? ഒരു പോർക്കളത്തിലാണ് നിൽക്കുന്നത്. അവിടെ പറയുന്നു നമ്മുടെ പോരിൻ്റെ ആയുധം അല്ലേ. അതിൻ്റെ 12-ാമത്തെ വാക്യം എന്നിട്ട് മോനെ, 12-ാം വാക്യം, 11-ാം വാക്യം. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ. അപ്പൊ പിശാചിന്റെ തന്ത്രങ്ങളോട് എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ യുദ്ധം ചെയ്യുന്ന ആരോടാ? പിശാചിനോടാ യുദ്ധം ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. പിശാചിനോടാ എന്ത് ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കുന്നു, പിശാചിനോട് നിങ്ങൾ യുദ്ധം ചെയ്യാൻ നിങ്ങൾ റെഡിയാണ്? റെഡിയല്ലേ? ആണോ ഇല്ലയോ? ആണെങ്കിൽ ഉറക്കെ ഒരു അല്ലയോ പറ. അവന്റെ വലിപ്പവും ചെറുപ്പവും ശക്തിയും സ്വാധീനതയും അറിയാതെ നിങ്ങൾ എന്ത് യുദ്ധം ചെയ്യാൻ പോയി? ഗുസ്തി മത്സരത്തിന് കയറുമ്പോൾ പ്രായം നോക്കത്തില്ല മാഷെ. 60 കിലോ, 50 കിലോ. ഇപ്പം ഞാനും വിനിയും കൂടിയാണ് ഗുസ്തിക്ക് ഇറങ്ങുന്നതെങ്കിൽ എന്നേക്കാൾ അല്ലെങ്കിൽ വിനിയേക്കാൾ പ്രായം എനിക്കുണ്ടെങ്കിൽ അവരെന്നെ ഇറക്കുമോ? ഇറക്കത്തില്ല. അപ്പം ഈക്വലായിട്ട് എൻ്റെ പ്രായം, എൻ്റെ വെയിറ്റ്, ഇതെല്ലാം നോക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ എതിരാളി എൻ്റെ അത്രയും വെയിറ്റ് ഉള്ള ഒരാളാ, എൻ്റെ അത്രയും പൊക്കമുള്ള ഒരാളാ, എനിക്ക് പിടിക്കാൻ പറ്റിയ ഒരാളാ. ഹലോ, നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ എന്ന് പറഞ്ഞ് തുപ്പുന്ന ആളെ ആരാന്ന് വല്ലതും മനസ്സിലാക്കിയിട്ടാണോ യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നത്? ഇവിടെയാ പറ്റുന്നത്, ഇവിടെയാണ് വിഷയം. ഇവന്റെ തന്ത്രങ്ങൾ മനസ്സിലാക്കിയിട്ടാണോ നാം യുദ്ധം ചെയ്യുന്നത്? ഇവൻ ഏതൊക്കെ തന്ത്രങ്ങളുണ്ട്, ഏതെല്ലാം രീതിയിൽ ഇവൻ ഉപയോഗിക്കാൻ കഴിയും, ഏതൊക്കെ രീതിയിൽ അവൻ നമുക്കെതിരെ പോരാടും എന്നും മനസ്സിലാക്കിയാൽ അല്ലേ നമുക്കവനെ ആ രീതിയിൽ പോരാടാൻ പറ്റൂ. ഒരല്ലല്ലോ പറ. നമ്മുടെ സ്തോത്രം, നമ്മുടെ ചർച്ചിൽ ഇടയ്ക്ക് മീറ്റിങ്ങിന് വരുന്ന, യൂത്ത് മീറ്റിങ്ങിനൊക്കെ വരുന്ന ഒരു ചെറുപ്പക്കാരൻ പയ്യനുണ്ട്, നമ്മുടെ ഫോട്ടോ വെച്ചിട്ടുള്ള, നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് താമസിച്ച ടോമിയുടെ മകനാണ്. അവനാണ് ഇപ്പോൾ ഗുസ്തിയിൽ കേരളത്തിൽ നമ്പർ 1 ആയി നിൽക്കുന്നത്. നമ്മുടെ യൂത്ത് മീറ്റിങ്ങിനിടയ്ക്ക് വരും. നമ്മുടെ പൊക്കം വന്ന ടോമിയുടെ മകനാണ്, ടോമിയുടെ മകനാണ്. നമ്മുടെ യൂത്ത് മീറ്റിങ്ങിനൊക്കെ ഉണ്ട്, ഫേസ്ബുക്കിലൊക്കെ അവന് ഫേമസ്. നമ്മുടെ ഇവിടുത്തെ ഗുസ്തി ചാമ്പ്യനാണ് അവൻ. കേരള ലെവലിൽ അവനാണ് ആക്ടിങ് ഇപ്പോൾ നിറനിൽക്കുകയാണ്. നല്ല താഴ്മയുള്ളൊരു പയ്യനാണ്. അപ്പോൾ ഒരിക്കൽ അന്ന് യൂത്ത് മീറ്റിങ്ങിന് ഇവിടെ വന്നപ്പോൾ എന്നോട് കുറേ സംസാരിച്ചു. ഇപ്പം നമ്മുടെ കഴിഞ്ഞ ദിവസം ഡൽഹി വെച്ചൊരു ഇതുണ്ടായിരുന്നു, അതിലവന് ഫസ്റ്റ് പ്രൈസാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഇവിടെ ഇത്രയും വലിയ ഇവരെയൊക്കെ എങ്ങനെയാണ് നീ അടിച്ചിടുന്നത്? അപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, പക്ഷേ ഞങ്ങളെ ഗുസ്തി പഠിപ്പിച്ച ഞങ്ങളുടെ ആശാൻ, പുള്ളിക്ക് മാത്രമായൊരു ട്രിക്കുണ്ട്. എത്ര ബലവാനെയും നിമിഷ നേരം കൊണ്ട് തറ പറ്റിക്കുന്ന ഒരു ചെറിയ ട്രിക്ക്. അതവർക്കറിയത്തില്ല. ഞങ്ങളെ പിടിക്കും, ഞങ്ങൾ വിട്ടുകൊടുക്കും, ഞങ്ങളെ പിടിച്ച് കിടത്തും, മലർത്തും. പക്ഷേ ഇവൻ ഞങ്ങളെ മലർത്തുന്ന ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഞങ്ങൾ ഇവനെ തിരിച്ചടിക്കും. അപ്പോൾ ചോദിച്ചാൽ അതെന്ത് ട്രിക്കാ? അത് പറയത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ ഗുസ്തിക്കൊന്നും പോകുന്നില്ല, ഞാൻ പാസ്റ്ററല്ലേ. എന്നോട് ഇല്ല, പറയാനൊക്കത്തില്ല. കാരണം ഞങ്ങളും ആശാനും തമ്മിൽ അങ്ങനെ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. കാരണം ആശാൻ പറഞ്ഞിട്ടുണ്ട്, നിന്നെ പഞ്ചായത്തിന് വേണ്ടി കളിക്കാനല്ല ട്രെയിൻ ചെയ്യുന്നത്, നിന്നെ ലോകത്തിന് വേണ്ടിയാണ് ട്രെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ജയിച്ച് കയറി വന്ന ഈ ട്രിക്ക് ഇത് നിനക്ക് സ്വന്തമാക്കാനുള്ളതാണ്. ദൂത് മനസ്സിലാകുന്നുണ്ടോ? ശത്രുവിൻ്റെ ബലം എത്ര വലുതുമാകട്ടെ, അവൻ്റെ തന്ത്രം മനസ്സിലാക്കിയ നിമിഷ നേരം മതി അവനെ തറ പറ്റിക്കാൻ.
ആമേൻ. അല്ലേ? അവൻ്റെ തന്ത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ എങ്ങനെയാണ് എന്നെ അവൻ ദുർബലനാക്കുന്നത്, എൻ്റെ ശക്തി എങ്ങനെയാണ് അവൻ ചോർത്തുന്നത്, എനിക്ക് ഇവനെ പിടിച്ചു നിർത്താൻ കഴിയാത്തതുപോലെ എനിക്കെതിരെയുള്ള ശത്രുവിൻ്റെ ആക്രമണം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇവനെ ജയിക്കാൻ എളുപ്പമാണ്. ആമേൻ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു ട്രിക്ക് പറഞ്ഞു തരാം. സന്തോഷമാണ്. മറ്റേ ആശാൻ പറഞ്ഞു കൊടുത്ത പോലെ ഞാൻ നിങ്ങൾക്കൊരു ട്രിക്ക് പറഞ്ഞു തരാം. ഇത് ആരോടും പറയരുത്, ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ജയിക്കണോ? അല്ല തോറ്റ് താഴെ ഇരിക്കണോ? പറ. എനിക്ക് അവനെ ജയിക്കണമെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? ഒരു ഭയങ്കര ട്രിക്ക് പറഞ്ഞു തരാം. യാക്കോബിൻ്റെ ലേഖനം എടുത്താൽ മതി. അതൊരു ഭയങ്കര ട്രിക്കാണ്. ഇതിലൂടെ നിങ്ങൾ ഇന്ന് ജയിച്ചിരിക്കും. 4:7 എന്താണ് ആ സിമ്പിൾ എളുപ്പ വഴി? അവന് ജയിക്കാൻ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ. അവനെ ജയിക്കാനുള്ള ഏക മാർഗം, അവനോട് പോരാടി നിൽക്കാനുള്ള ഏക മാർഗം, ഇവന്റെ മുമ്പിൽ കീഴടങ്ങിയാൽ അവിടെ നിങ്ങൾ എതിർത്ത് നിൽക്കും. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഒന്നുകൂടി പറയാം. വലിയവനായ ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങൾ കീഴടങ്ങിയാൽ ഉന്നതെന്ന് പറയുന്ന ശത്രുവിന്റെ മുമ്പിൽ നിങ്ങൾ ഉന്നതനായി തീരും. ദൈവത്തിന്റെ മുമ്പിൽ കീഴടങ്ങാൻ ഇന്ന് പകൽ നിങ്ങൾ തയ്യാറാണോ? ആരാധനയിൽ കീഴടങ്ങാൻ, നിങ്ങളുടെ വിശുദ്ധ ജീവിതത്തിൽ നിങ്ങൾ കീഴടങ്ങാൻ, നിങ്ങളുടെ വ്യക്തി സ്വഭാവത്തിൽ നിങ്ങൾ കീഴടങ്ങാൻ. ആർക്കും അടങ്ങത്തില്ല, ആർക്കും കീഴ്പ്പെടത്തില്ല. വചനം നിങ്ങളോട് അനുശാസിക്കുന്ന സകല രീതിയിലും നിങ്ങൾ കീഴ്പ്പെടാൻ ദൈവം മുമ്പിൽ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കെതിരെ നിൽക്കുന്ന വമ്പൻ ശക്തിയായ അന്ധകാര വ്യാപാരത്തെ ഇന്ന് നിങ്ങൾ നിഷ്പ്രയാസം നിങ്ങൾ ജയിക്കാൻ പോവുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ സിമ്പിൾ വേ എന്താന്ന്? ഒറ്റ മാർഗം നിങ്ങൾ ചെയ്താൽ മതി. അവനെ ജയിക്കാനുള്ള ഏക മാർഗം തമ്പുരാന്റെ മുമ്പിൽ എന്ത് ചെയ്യണം? കീഴടങ്ങണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഭൂതത്തെ പുറത്താക്കണോ? നിങ്ങൾക്ക് പിശാചിനെ പുറത്താക്കണോ? നിങ്ങൾക്ക് ദുരാത്മാക്കളെ പുറത്താക്കണോ? അതെല്ലാം സിമ്പിളായിട്ട് സംഭവിക്കും. ഒറ്റ കാര്യം ചെയ്താൽ മതി. തമ്പുരാന്റെ മുമ്പിൽ നിങ്ങൾ കീഴ്പ്പെട്ടാൽ മതി. ദൈവത്തിന്റെ മുമ്പാകെ നിങ്ങൾ കീഴടങ്ങിയാൽ മതി. ദൈവം മുമ്പിൽ കീഴടങ്ങുന്നവൻ പിശാചിനോട് എക്സ്ക്യൂസ് പറയത്തില്ല, പിശാചുമായി കോംപ്രമൈസിന് പോകത്തില്ല. അവനോട് എതിർത്ത് നിൽക്കുക തന്നെ ചെയ്യും. അമ്മേ. ഇനി അടുത്തൊരു കാര്യം നിങ്ങൾ ആ വാക്യത്തിനകത്ത് ശ്രദ്ധിക്കണമേ, എന്നോടൊപ്പം വരണേ. നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുമ്പോൾ ദൈവം നിങ്ങളെ ശത്രുവിൻ്റെ മുമ്പിൽ നിൽപ്പാൻ യോഗ്യരാക്കും. ഒന്നുകൂടി പറയാം. നിങ്ങൾ ദൈവം മുമ്പിൽ കീഴടങ്ങുമ്പോൾ ഏത് ശത്രുവിൻ്റെ മുമ്പിലും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ ദൈവം നിങ്ങളെ ബലപ്പെടുത്തും. അങ്ങനെയാണെങ്കിൽ ആർക്കാണ് പിടിച്ചു നിൽക്കാൻ കഴിയാത്തത്? ആരാണ് പരാജയപ്പെട്ടു പോകുന്നത്? ആരാണ് അവൻ്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്നത്? ഞാനൊരു കാര്യം ഒന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഹലോ മോനെ, നീ ബാലൻ, അവനോ ബാല്യം മുതൽ യോദ്ധാവ്. ആരുടെ ഹൃദയമാ ഉരുകാത്തെ? ആരാ ഭയപ്പെടാത്തെ? നിങ്ങൾ പറ. മോനെ, നീ ബാലൻ, അവനോ ബാല്യം മുതൽ യോദ്ധാവ്. പിന്മാറില്ലേ? പിന്മാറുമോ ഇല്ലയോ? മാറും. തോൾ പൊക്കമുള്ളവനും ഏറ്റവും ഉയരമുള്ളവനും കായിക ബലമുള്ള ഇസ്രായേൽ മക്കളിൽ ഏറ്റവും തോൾ പൊക്കമുള്ള ശൗല് മാറി നിൽക്കുന്നു. ബാല്യക്കാരനായ നീ ബാല്യം മുതൽ യോദ്ധാവായി അവൻ്റെ മുമ്പിൽ പോണോ? പക്ഷെ അവിടെ ദാവീദ് പറയുന്നൊരു സാക്ഷ്യം. രാജാവേ, 2 കൊച്ചു സാക്ഷ്യങ്ങൾ ഞാൻ അങ്ങയോട് പറയട്ടെ. പറഞ്ഞു. ഒരിക്കൽ അപ്പൻ്റെ ആടുകളെ കൊണ്ട് പോകുമ്പോൾ ഒരു സിംഹം വന്നു, അടിച്ചു കൊന്നു ഞാൻ. 2 ഒരിക്കൽ പോയപ്പോൾ ഒരു കരടി വന്നു, വലിച്ചു ഞാൻ കീറിയതിനെ. വലിച്ചു ഞാൻ കീറി. അല്ലയോ രാജാവേ,
അവൻ നിന്ദിക്കുന്ന ഇസ്രായേൽ നിരകളുടെ ദൈവമായ യഹോവയെ ഞാൻ ഉയർത്തും. അവനെ എൻ്റെ കയ്യിൽ എൻ്റെ ദൈവം ഏൽപ്പിക്കും. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? കഴിഞ്ഞ കാലമൊക്കെയും ബാല്യം. അങ്ങ് എന്നോട് പറഞ്ഞില്ലേ നീ ബാല്യമാന്ന്. അതേ രാജാവേ, എൻ്റെ ബാല്യം മുഴുവൻ ഞാൻ തമ്പുരാൻ്റെ മുമ്പിൽ കീഴടങ്ങി ജീവിച്ചവനാ. വനാന്തരത്തിലായപ്പോഴും എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങി ജീവിച്ചവനാണ് ഞാൻ. യഹോവ എൻ്റെ ഇടയനെന്ന് കാട്ടിൽ പറഞ്ഞെങ്കിൽ കൊട്ടാരത്തിലും എനിക്ക് പറയാൻ കഴിയും. ആ ഉറപ്പെനിക്കുണ്ട്. ഞാൻ ആരെ ഭയപ്പെടും? അതുകൊണ്ട് രാജാവേ, ഞാൻ ദൈവത്തിന് കീഴ്പ്പെടുന്നവനാ. ഉടനെ ഒരക്ഷരം ശൗല് മിണ്ടിയില്ല. എൻ്റെ ഭാഷയാണേ. പുള്ളി ഇട്ടേച്ച കോട്ട് ഊരി കൊടുത്തിട്ട് പറഞ്ഞു, ഇതും കൊണ്ട് പൊക്കോന്ന് പറഞ്ഞു. രാജാവിൻ്റെ വാക്കല്ലേ. ഇട്ടിട്ട് നടക്കാൻ നോക്കി. 5.5 അടി പൊക്കമുള്ളവൻ 7.25 അടി പൊക്കമുള്ളവൻ്റെ കോട്ടിട്ടാൽ എങ്ങനെ ഉണ്ടാകും? 5 വയസ്സുകാരി അമ്മയുടെ സാരി ചുറ്റിയത് പോലെയാ. രാജാവേ, എനിക്കിത് ശീലമില്ല. ഊരി അങ്ങ് കൊടുത്തു. പോകുന്ന പോക്കിൽ തോട്ടിന്നിറങ്ങി 5 കല്ലും പിറക്കി. 5 കല്ല് പെറുക്കിയത് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. ചരിത്ര പഠിതാക്കൾ പറയുന്നു, ഗോലിയാത്തെന്ന് പറയുന്നവന് 5 സഹോദരന്മാരാ. ഗോലിയാത്തിൻ്റെ അപ്പൻ 5 മക്കളാണ്. അതിൽ മൂത്തവനാ ഗോലിയാത്ത്. ഗോലിയാത്തിനെ പോലെ അസുരന്മാരായ 4 പേര് കൂടിയുണ്ട്. ആത്മക്കണ്ണുകൊണ്ട് കണ്ടു. അവന്റെ കുടുംബത്തിൽ ഒരുവൻ താഴെ വീണാൽ അടുത്തവൻ വന്ന കവണയിൽ കല്ല് റെഡി. ഇത് മനസ്സിലായോ? ആത്മാവിൽ വെളിപ്പാട് കിട്ടിയവൻ ഇന്നു മാത്രമല്ല യുദ്ധം ചെയ്യുന്നത്, നാളെയും യുദ്ധം ചെയ്യാൻ സന്നദ്ധനായി നിൽക്കുകയാണ്. വരും യുദ്ധങ്ങളെ അവൻ ഭീഷണിയോട് പിന്മാറാനല്ല, പേടിച്ച് പിന്മാറാനല്ല, വരുന്നതിനെ ജയിക്കാൻ അവൻ തൻ്റെ ഇടത്തോടെയാണ് ദാവീദ് മുന്നേറുന്നത്. ദാവീദ് പറയുന്നു, വരട്ടെ. അമ്മേ, തമ്പുരാന്റെ മുമ്പിൽ ദൈവമക്കളെ കീഴടങ്ങുന്നവനെ ദൈവം യുദ്ധവീരനാക്കി മാറ്റും. എല്ലാ നിലയിലും നാം ദൈവം മുമ്പിൽ ഒന്ന് കീഴടങ്ങി നോക്കിക്കേ. ഞാൻ പറയുന്നത് എല്ലാ രീതിയിലും, നമ്മുടെ സംസാരം, നമ്മുടെ ഇടപെടൽ, നമ്മുടെ ജീവിതം, നമ്മുടെ കൊടുക്കുവാങ്ങലുകൾ, എല്ലാ നിലയിലും നാം തമ്പുരാന്റെ മുമ്പിൽ കീഴടങ്ങാൻ തുടങ്ങുമ്പോൾ, സ്തോത്രം, ഒരല്ലല്ലോ എന്ന് പറഞ്ഞേ. ഞാനൊരു നല്ല ചെടി വാങ്ങിച്ചു. നല്ല പൂക്കളൊക്കെ ഉള്ള ചെടിയാ. എന്നാലേ അത് മുറ്റത്ത് വെക്കണ്ടെന്ന് ഞാനും തീരുമാനിച്ചു. ഞാൻ കൊണ്ടുവന്ന് എൻ്റെ സ്റ്റെയർ കേഴ്സിൻ്റെ താഴെ കൊണ്ടുവന്ന് വെച്ചു. ആൻറ്റി, നല്ല പൂവല്ലേ, അവിടെ ഇരിക്കട്ടെന്ന് കരുതി മേടിച്ചുകൊണ്ട് വന്നപ്പോൾ ആ പൂക്കളൊക്കെ എന്ന രസമായിരുന്നറിയാമോ? എന്തിനാ വെറുതെ വെയിൽ കൊള്ളിച്ച് ആ പൂ ഉണക്കേണ്ടത് എന്ന് കരുതി അകത്തുകൊണ്ടുവന്ന് വെച്ചത്. പക്ഷെ 3-ാമത്തെ ദിവസം എഴുന്നേറ്റ് ചെന്ന് നോക്കിയപ്പോൾ പൂവുമില്ല, ഇലയുമില്ല, തണ്ടുമില്ല, എല്ലാം കൂടി തലയും കുത്തി കിടക്കുന്നു. അപ്പം സിന്ധു എന്നോട് പറഞ്ഞു, ഇതുകൊണ്ട് പുറത്ത് വെക്ക്. അപ്പം ഞാൻ ചോദിച്ചു, അതെന്തിനാ പുറത്ത് വെക്കുന്നത്? ആ സൂര്യപ്രകാശം കിട്ടിയാലേ ഇവൻ എഴുന്നേക്കത്തുള്ളൂ. സ്വതന്ത്രം പറഞ്ഞ് മനസ്സിലായോ? എന്ന് വെച്ചാലേ അല്പം ചൂടടിക്കുമായിരിക്കും, അല്പം പ്രതിസന്ധി നേരിടുമായിരിക്കും. പക്ഷെ തമ്പുരാൻ്റെ മുമ്പിലാണ് നിൽക്കുന്നതെങ്കിൽ നിന്റെ ദൈവം നിവരം നിർത്തും. ആമേൻ. തളരാൻ ദൈവം അനുവദിക്കത്തില്ലെന്നേ, ക്ഷീണിക്കാൻ ദൈവം അനുവദിക്കത്തില്ലെന്നേ. നീതി സൂര്യനായ കർത്താവിൻ്റെ പ്രകാശം നിന്റെ മേൽ അടിക്കുന്നിടത്തോളം നീ താഴ്ന്നു കിടക്കത്തില്ല, നീ വീണ് കിടക്കത്തില്ല. നിലം പരിച്ചാകാൻ എൻ്റെ ദൈവം അനുവദിക്കയില്ല. ആമേൻ. ഞാൻ ഇവിടെ അങ്ങ് നിർത്തിയ, പറ്റുമെങ്കിൽ ഇത് നമുക്ക് തുടരാം, എടുക്കാം അടുത്ത ദിവസങ്ങൾ. പക്ഷെ ഒരു കാര്യം, ഒരു യുദ്ധത്തിലാണ് നിൽക്കുന്നത്. ഒരു യുദ്ധത്തിന് വേണ്ടിയാ ദൈവം നമ്മെ സെലക്ട് ചെയ്തേ. ആ യുദ്ധത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറരുത്. ആമേൻ. മരണം വരെ യുദ്ധം ചെയ്യണം. പ്രൈസ് ഗോഡ്. അപ്പോ അവനോട് യുദ്ധം ചെയ്യാൻ, പിശാചിനോട് യുദ്ധം ചെയ്യാൻ, എതിർത്ത് നിൽപ്പാൻ ഏറ്റവും എളുപ്പമാർഗം എന്നാ? ദൈവത്തിന് കീഴടങ്ങുക. അപ്പൊ നിങ്ങൾ സാവധാനം ദൈവത്തിന് കീഴടങ്ങാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ആരോട് എതിർത്ത് നിൽക്കാൻ തുടങ്ങും? നിങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു, ഞാൻ എല്ലാ പരിപാടിയും മാറ്റിവെച്ചിട്ട് ഒരു 21 ദിവസം ഞാൻ തമ്പുരാൻ്റെ മുമ്പിൽ ഇരിക്കാൻ തീരുമാനിച്ചു. മാപ്പ് പറയേണ്ടവരോട് മാപ്പ് പറഞ്ഞു.
അമ്മ പറഞ്ഞു, ഏറ്റു പറയേണ്ടവർ ഏറ്റു പറഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് തമ്പുരാൻ്റെ മുമ്പിൽ വന്നിരുന്ന് 21 ദിവസം പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. 18ാമത്തെ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു കുടുംബം കയറി വന്നിട്ട് പറഞ്ഞു, ബ്രദറെ പാസ്റ്റർ ഉണ്ടോ? ഇല്ല, പാസ്റ്ററുടെ പോയി മീറ്റിങ്ങിന് പോയി. എന്താ ചേച്ചി? എൻ്റെ കൊച്ചിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വന്നതാ. ഞാൻ പ്രാർത്ഥിച്ചാൽ മതിയോ? അന്ന് ബ്രദർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴേ ഭൂതം അളകാൻ തുടങ്ങി. അവൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ്, അവൻ്റെ ആയുസ്സിൽ ആദ്യമായിട്ട് കാണുക. അപ്പോൾ അവന് തന്നെ ഒരു സംശയം. ഉടനെ പിശാചിനെ പുറത്താക്കി, അടുത്തനെ പുറത്താക്കി. അമ്മ പറഞ്ഞു, ബ്രദറെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. എന്താണ്? എനിക്ക് ആസ്മായ. പ്രാർത്ഥിച്ചു, ആസ്മായും സൗഖ്യമായി. ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് വന്നപ്പോൾ എന്നോട് ഈ 2 വാർത്തയും പറഞ്ഞു. അന്ന് എനിക്ക് മനസ്സിലായി, ഇവൻ ദൈവത്തിന് കീഴടങ്ങാൻ തുടങ്ങിയപ്പോൾ ഇവൻ പിശാചിനോട് എതിർത്ത് നിൽക്കുന്ന ശക്തി ഇവൻ്റെ മേൽ വരാൻ തുടങ്ങി. ഇതാണ് ഞങ്ങളിലൊക്കെ സംഭവിച്ചത്. നിങ്ങളെക്കാൾ ഞങ്ങൾക്ക് പ്രത്യേകത ഒന്നുമില്ല. പക്ഷേ ജോഷി പാസ്റ്ററിനോടൊപ്പം ഞങ്ങളുടെ ദൈവദാസനോടൊപ്പം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് പായലിരുന്ന് കരയാൻ തുടങ്ങിയപ്പോൾ എന്തൊക്കെയോ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ തുടങ്ങി. കയറി നിന്നപ്പോൾ വചനം തരാൻ തുടങ്ങി. അവൻ ശുശ്രൂഷ ചെയ്തപ്പോൾ പ്രവചിക്കാൻ തുടങ്ങി. പോയിടത്തേക്ക് ഭൂതങ്ങൾ പുറത്താകാൻ തുടങ്ങി. രോഗികളൊക്കെ സൗഖ്യമാകാൻ തുടങ്ങി. രാജ്യത്തിൻ്റെ വാതിലൊക്കെ തുറക്കാൻ തുടങ്ങി. ഒറ്റ കാര്യം സംഭവിച്ചു, ദൈവത്തിന് കീഴടങ്ങിയാൽ മതി. നമ്മുടെ കണ്ണടയ്ക്കാം, ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ദൈവസേന അടയട്ടെ. ഈ രാത്രി പോകുമ്പോൾ പ്രാർത്ഥനയോടെ വേണം പോകാൻ. എനിക്ക് അവൻ്റെ മുമ്പിൽ കീഴടങ്ങണം. ആരുടെ? തമ്പുരാൻ്റെ മുമ്പിൽ. തമ്പുരാൻ്റെ മുമ്പിൽ കീഴടങ്ങിയിട്ട് പിശാചിനോട് എനിക്ക് എതിർത്ത് നിന്ന് യുദ്ധം ചെയ്യണം. അതുകൊണ്ട് അവൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവൻ്റെ തന്ത്രം എന്തൊക്കെയാണ്, ഇതൊന്ന് പഠിച്ച് മനസ്സിലാക്കാൻ ദൈവം കൃപ ചെയ്യട്ടെ. അവൻ കൊണ്ടുവരുന്ന ഒരു കാര്യവും ആമേൻ നമുക്കെതിരെ ഫലിക്കത്തില്ല. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കുമ്പളങ്ങിയിലുള്ള രജനിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ വളരെ സീരിയസ് ആയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. നമ്മുടെ ബാബു രജനി സിസ്റ്ററിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ബ്രദറ്, വളരെ ചെറുപ്പക്കാരൻ, വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലാണ്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഒരു മനസ്സോടെ കടന്നു വരികയാണ്. ഞങ്ങൾ ആ ചെറുപ്പക്കാരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വേഗത്തിൽ ഓടുന്ന അങ്ങയുടെ വചനം അഴച്ച് സൗഖ്യമാക്കണമേ കർത്താവേ. ഞങ്ങൾ ഈ ആലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സകല വിഷയങ്ങൾക്കും അങ്ങ് ഞങ്ങൾക്ക് മറുപടി തന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളത് കേട്ടും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രിയിലും ഞങ്ങളെ ചെറുപ്പക്കാരന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യേശുപ്പച്ച അങ്ങയുടെ പഴുതുള്ള കരം നിന്റെ മകനെ തൊടണമേ. ഈ രാത്രി തലവണയ്ക്ക് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഇന്ന് രാത്രി ദൈവത്തിന് കീഴടങ്ങുന്നു. സമസ്തവും ഞങ്ങൾ തമ്പുരാൻ്റെ മുമ്പിൽ അടിയറ വയ്ക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ പിശാചിനോട് എതിർത്ത് നിൽപ്പാൻ കഴിയാതെ ഞങ്ങളുടെ ജീവിതത്തിന് ബലഹീനതകളാണെങ്കിൽ അത്, ഞങ്ങളുടെ കൺമോഹമാണെങ്കിൽ അത്, ഞങ്ങളുടെ ജഡത്തിൻ്റെ ആസക്തിയാണെങ്കിൽ അത്, യേശുപ്പച്ച ഞങ്ങൾക്ക് അവനോട് എതിർത്ത് നിൽപ്പാൻ കഴിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉയർന്നു പൊങ്ങിയും വരുന്ന എന്തെല്ലാം ബലഹീനതകളുണ്ടോ അതെല്ലാം ഞങ്ങൾ ഏറ്റുപറഞ്ഞ് അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ കീഴടങ്ങുന്നു. യെസ്, അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ സറണ്ടറാകുന്നു. ഞങ്ങളെ തന്നെ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഇന്ന് രാത്രി മുതൽ അവനോട് എതിർത്ത് നിൽപ്പാൻ. എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ആരും ഓടിക്കാതെ ദുഷ്ടൻ ഓടിപ്പോകും. അങ്ങയുടെ വചനമാണ്. അങ്ങയുടെ മുമ്പിൽ മുട്ടുമടക്കുമ്പോൾ ഇന്നവൻ ഓടിപ്പോകുന്ന രാത്രിയാണ്. മഹത്വമെല്ലാം അങ്ങേക്ക് ക്രിസ്തുയേശുവിൻ നാമത്തിൽ പിതാവേ. സകല ബുദ്ധിയും കവിയുന്ന ദൈവീക സമാധാനം നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടും സഭയോടും കർത്താവിൻ്റെ സാന്നിധ്യവും കൃപയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മധ്യകാശവര വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ആമേൻ. യേശുവേ വരണമേ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കടന്നു പോകും.